തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അസമിൽ നിർണായക നീക്കം. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ ഭൂപൻ ബോറ ബിജെപിയിൽ ചേർന്നു. ഇതൊരു തുടർക്കഥയായി മാറുകയാണ്. കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നുമുള്ള നിരവധി നേതാക്കളാണ് ബിജെപിയിലേക്ക് വരുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഗണനയുടെ ഫലമായിട്ടാണ് പല നേതാക്കളും ബിജെപിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അസമിലെ ബിജെപി സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് ഇന്ന് രാവിലെയാണ് ബോറ ബിജെപിയിൽ അംഗത്വമെടുത്തത്. അസം ബിജെപി അധ്യക്ഷൻ ദിലീപ് സൈകിയ, സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുതിർന്ന ബിജെപി നേതാവ് ബൈജയന്ത് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോറയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. എനിക്ക് പിന്നാലെ ഇനിയും കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്ന് ബോറ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നു. അസമിലെ നിലവിലുള്ള കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ബോറ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് കമ്മിറ്റിയിലെ ചില പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിൽ പ്രധാനിയായ ഒരാളാണ് ഭൂപൻ ബോറ. അതേസമയം ഭൂപൻ ബോറ ബിജെപിയിൽ ചേരുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 22-ന് ബിജെപിയിൽ ചേരുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കേരളത്തിലും ഇടത് വലത് മുന്നണികളിൽ നിന്നും ബിജെപിയിലേക്ക് വരുന്ന നേതാക്കളുടെ എണ്ണത്തിൽ വലിയൊരു സംഖ്യയുടെ വർധനവുണ്ടായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം നീങ്ങവേ പാർട്ടികൾക്കിടയിൽ കൂടുമാറലുകൾ തകൃതിയാവുകയാണ്. വിവിധ പാർട്ടികളിൽ നിന്നും UDF പക്ഷത്തേക്കായിരുന്നു പലരും എത്തിയിരുന്നതെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ട്രെൻഡിൽ മാറ്റം വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പക്ഷത്തു നിന്നും ബിജെപിയിലേക്ക് ചിലർ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവ് ആർ രശ്മിയാണ് പുതുതായി ബിജെപിയിലേക്ക് ചുവടുമാറ്റം നടത്തുന്നത്. നേരത്തെ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള നേതാവാണ് ആർ രശ്മി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി രശ്മി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. RRG ഭവനിൽ വെച്ചാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു സൂചന വന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വാർത്താ സമ്മേളനം ഇന്നലെ 12 മണിക്ക് നടന്നു. അവിടെ വെച്ചായിരിക്കും രശ്മിയുടെ ബിജെപി പ്രവേശനവും ഔദ്യോഗികമാവുക എന്നും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും പാർട്ടി അനുഭാവിയുമായിരുന്ന അഖിൽ മാലർ കഴിഞ്ഞ ദിവസം NDAയുടെ ഭാഗമായ 2020-ൽ ചേർന്നിരുന്നു. സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ UDFൽ സീറ്റിനായി ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. തുടർന്നാണ് NDAയിലേക്ക് ചുവടുമാറ്റം നടത്തിയത്. അതേസമയം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച പാലക്കാട്ടെ മുതിർന്ന CPIM നേതാവ് PK ശശി UDFിലേക്ക് എത്തിയേക്കാം. UDF നേതാക്കളുമായി ശശി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കോൺഗ്രസ് പക്ഷത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.